Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. Chapter കണ്ടപ്പോൾ ടീച്ചർമാർക്ക് പോയിട്ട് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? Okay, അപ്പോ മിസ് ഞാൻ ഓവർവ്യൂ ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ ലാസ്റ്റ് ഒരു പേജ് കൂടി അല്ലെങ്കിൽ പെൻഡിങ് ഉള്ളത് എക്സ്റ്റേണൽ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായിരുന്നു ആണോ? Yes, ma'am. ഓക്കെ, ഇന്റേണൽ ചാലഞ്ചസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി എക്സ്റ്റേണൽ ചാലഞ്ചസും ദെൻ സ്ട്രാറ്റജീസ് ടു മീറ്റ് ചാലഞ്ചസ് അതും കൂടി അല്ലേ ഉണ്ടായിരുന്നുള്ളൂ? Yes, ma'am. ഓക്കെ, അപ്പൊ അത് മിസ് ഒന്ന് കണ്ടിന്യൂ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കാരണം മിസ് ലീവാണ്. അപ്പൊ സോ ഒന്ന് മിസ് തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത്, കാരണം അത് പെൻഡിങ് വരും അല്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ എന്നുള്ളൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിലോട്ട് തന്നെ വീണ്ടും പോവുകയാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ ഓവർവ്യൂ എന്നുള്ളൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ദെൻ ഡൗട്ട് ഒന്നും ഇല്ല എല്ലാവർക്കും? ഇനി ചാപ്റ്റർ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയെന്ന് വിചാരിക്കണ്ട. ലാസ്റ്റ് ഒരു പേജ് ഉള്ളൂ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, ഈ കൺഫ്യൂഷൻ ഒന്നും ഇല്ല എല്ലാവർക്കും? ഇല്ല, ma'am. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്റ്റേണൽ ചലഞ്ചസ് അല്ലെ? അപ്പോ ഇന്റേണൽ ചലഞ്ചസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടു. ഇനി എക്സ്റ്റേണൽ ചലഞ്ചസ് ആണ്. സിമ്പിൾ ആയിട്ട് ജസ്റ്റ് പോയിന്റ് ആണ് തന്നിരിക്കുന്നത്. ആ പോയിന്റ് അതുപോലെ തന്നെ നമ്മൾ വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. എക്സ്റ്റേണൽ ചലഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബാഹ്യമായിട്ട് വരുന്ന ചലഞ്ചസ്, വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന്. ഉള്ളിലുള്ളതല്ല, പുറമേ നിന്ന് വരുന്ന ചലഞ്ചസുകൾ. ഫസ്റ്റ് വൺ ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻസ് അല്ലെ? അതായത് ബയോമെഡിക്കൽ മാനേജ്മെന്റിന്റെ നിയന്ത്രണങ്ങളും നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റിലൊക്കെ പഠിച്ചില്ലേ? അപ്പോ അവിടെ കൊണ്ടുവരുന്ന റെഗുലേഷൻസും കാര്യങ്ങളും അതൊരു എക്സ്റ്റേണൽ ചലഞ്ചസ് ആണ്. ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഉപഭോക്തൃ സംരക്ഷണം. ഇവിടെ കൺസ്യൂമർ എന്ന് പറയുന്നത് ആരാണ് ഉദ്ദേശിക്കുന്നത്? കൺസ്യൂമർ. ഹോസ്പിറ്റലിൽ കൺസ്യൂമർ, ക്ലയന്റ് ഇതൊക്കെ ആരാണ്? പേഷ്യന്റ് ആണ് ആണോ? നമ്മൾ കൺസ്യൂമർ, ക്ലയന്റ് ഇതൊക്കെ ഡിനോട്ട് ചെയ്യുന്നത് പേഷ്യൻസിന് തന്നെയാണ്. സോ കൺസ്യൂമർ ഓർ പേഷ്യന്റ് പ്രൊട്ടക്ഷൻ. ദെൻ റൈറ്റ് ടു ഇൻഫോർമേഷൻ അല്ലെ? വിവരാവകാശ നിയമം അല്ലെ? ഇത് 2005 വിവരാവകാശ നിയമം വന്നത്. 2005 ഒന്നും പഠിക്കേണ്ട പോയിന്റ് മാത്രം മതിയേ. റൈറ്റ് ടു ഇൻഫോർമേഷൻ, വിവരാവകാശ നിയമം അല്ലെ? അതായത് നമുക്ക് പൊതുജനങ്ങൾക്ക് നമ്മളുടെ അവകാശങ്ങൾ അറിയാനും, നമുക്ക് പല അവകാശങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ അവകാശങ്ങൾ നമുക്ക് ചോദിച്ചറിയാനും അത് നമുക്ക് ലഭിക്കാനായിട്ടുള്ള ഒരു അവകാശമുണ്ട്. ദെൻ ലീഗൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ്. ലീഗൽ ഇഷ്യൂസ് അല്ലെ? ധാർമ്മികപരമായിട്ടുള്ള ഇഷ്യൂസുകളും നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതും ഒരു എക്സ്റ്റേണൽ ആണ്. ദെൻ നമ്മൾ എത്തിക്കൽ ആൻഡ് ലീഗലിൽ പഠിച്ചത് ഓർക്കണില്ലേ? കുറെ ആക്ടുകള് പഠിച്ചോ? എത്തിക്കൽ ആൻഡ് ലീഗലി ഹോസ്പിറ്റലായിട്ട് റിലേറ്റ് ചെയ്തതും ജനറൽ ആയിട്ട് വരുന്ന ആക്ടുകൾ നമ്മൾ പഠിച്ചില്ലേ? സോ ഈ ലീഗൽ ആക്ടുകളും മറ്റും. ദെൻ പബ്ലിക് റിലേഷൻ അല്ലെ? നല്ലൊരു ഗുഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്തിരിക്കണം. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. ദെൻ പാർട്ടിപരമായിട്ടുള്ളത് അല്ലെ? പൊളിറ്റിക്കല് ഭരണപരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനങ്ങൾ. ഓക്കെ, ഇത്രയുമാണ് എക്സ്റ്റേണൽ ചലഞ്ചസിൽ ഇൻക്ലൂഡ് ചെയ്തത്. ജസ്റ്റ് ഒന്നും കൂടി വായിക്കാം. ആ പോയിന്റ് അതുപോലെ വായിച്ചാൽ മതി. എക്സാമിന് നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുന്നത് എക്സ്റ്റേണൽ ചലഞ്ചസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, റൈറ്റ് ടു ഇൻഫോർമേഷൻ, പബ്ലിക് റിലേഷൻ, ദെൻ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അല്ലെ? ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് തന്നിട്ട് ഐഡന്റിഫൈ വിച്ച് ടൈപ്പ് ഓഫ് ചലഞ്ചസ് ചോദിക്കാം. എക്സ്റ്റേണൽ ആണോ, ഇന്റേണൽ ആണോ അല്ലെ? അങ്ങനെ പോയിന്റ് തന്നിട്ടും ചോദിക്കാം. ദെൻ ഡയറക്റ്റ് ആയിട്ട് എക്സ്റ്റേണൽ ചലഞ്ചസിൽ വരുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇന്റേണൽ ചലഞ്ചസിൽ വരുന്നത് ഏതൊക്കെയാണ്, രണ്ട് രീതിയിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ക്വസ്റ്റ്യൻ നമുക്ക് ഏത് രീതിയിലും പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു രീതിയിലായിരിക്കണം നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? ആ പോയിന്റ്സുകൾ കൃത്യമായിട്ട് അതുപോലെ പഠിക്കുക. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ പോയിന്റുകൾ. ഓക്കെ, ബുദ്ധിമുട്ടില്ലാലോ പഠിക്കാനായിട്ട് പോയിന്റുകളാ? ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. മാക്സിമം ഷോർട്ട് ചെയ്താണ് ആ പോയിന്റ് ആക്കിയിരിക്കുന്നത്. ഓക്കെ,
അപ്പൊ എക്സ്റ്റേണൽ ചലഞ്ചസ് കണ്ടു. ഇനി ലാസ്റ്റ് വൺ പറയുന്നത് സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്. അപ്പോ ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും പല രീതിയിലും ചലഞ്ചസുകൾ നേരിടുന്നുണ്ട് അല്ലെ. സോ ഇതിനെ എങ്ങനെ നമുക്ക് നേരിടാം അല്ലെ. നമ്മള് ഇപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന് ഓരോ മെത്തേഡ് വഴി നമ്മൾ അതിനെ നേരിടും അല്ലെ. അപ്പോ ഏതെല്ലാം രീതിയിൽ ഈ ചലഞ്ചസുകളെ നേരിടാം എന്നാണ് ഇനി പറയുന്നത്. പോയിന്റുകൾ അതുപോലെ തന്നെ പഠിക്കുക നിങ്ങള്. ഫസ്റ്റ് വൺ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അല്ലെ. കുറച്ചും കൂടി സാങ്കേതികമായിട്ടുള്ള അഡ്വാൻസ്മെന്റ്, മുന്നേറ്റങ്ങൾ, പുതിയ പുതിയ ടെക്നോളജികളൊക്കെ ഉപയോഗിക്കാം. ദെൻ പവർ ഷെയറിംഗ്. പവർ ഷെയറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? പവർ എന്ന് പറയുന്നത് എന്താണ് മീനിങ്? ഇവിടെ ഹോസ്പിറ്റലിൽ പവർ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഐഡിയ ഉണ്ടോ? ഹോസ്പിറ്റലിൽ പവർ എന്ന് പറയുന്നത് ഒരു എന്താ അധികാരം അല്ലെ. ഓരോ എന്താ പറയാ പൊസിഷൻ ഉണ്ട് അല്ലെ. ഇപ്പോ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടാവാം, സൂപ്പർവൈസർ, അങ്ങനെ ഓരോരോ പൊസിഷൻസുകൾ ഷെയർ ചെയ്യാവുന്ന. സോ അവര് ഓരോ പൊസിഷനും അവരുടേതായിട്ടുള്ള അധികാര പരിധിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ദെൻ അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്. അവാർഡ്സുകൾ നൽകാം, അതുപോലെ തന്നെ പണിഷ്മെന്റുകളും കൊടുക്കാം. ഇൻക്രീസ് എഫിഷ്യൻസി അല്ലെ. കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. ഓരോ പ്രവർത്തനങ്ങളിലും ഓരോ സ്റ്റാഫുകളുടെ ഡ്യൂട്ടിയിലായിട്ടുണ്ടെങ്കിലും എന്താണ് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക. ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ. രോഗികൾക്ക് സേഫ്റ്റി, സുരക്ഷയും അതുപോലെ പരിചരണവും ഇംപ്രൂവ് ചെയ്യിക്കുക. ഡെവലപ്പിംഗ് മോഡേൺ ഹോസ്പിറ്റൽ സർവീസ് മീൻസ് കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള ഡെവലപ്പിംഗ് മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ. HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം കുറച്ചും കൂടി ഡെവലപ്പിംഗ് ആക്കുക. മാർക്കറ്റിംഗ് ഹോസ്പിറ്റൽ സർവീസ്. ഓക്കെ, മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്. കുറച്ചും കൂടി ഹോസ്പിറ്റൽ സർവീസ് മാർക്കറ്റിംഗ് പുതിയ മാർക്കറ്റ് ഉപയോഗിക്കാണ്. ലീഡർഷിപ്പ് മോട്ടിവേഷൻ. നല്ലൊരു ലീഡർഷിപ്പ് മോട്ടിവേഷൻ കൊടുക്കുക. കരിയർ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസുകളോട് പ്രാധാന്യം കൊടുക്കുക. ദെൻ റീഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫ്. ജീവനക്കാർക്ക് ഒരു റീഓറിയന്റേഷൻ, ഒരു പുനഃക്രമീകരണ പരിശീലനം കൊടുക്കാതെ അവരുടെ വർക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് നൽകുക? ട്രെയിനിങ്സ് കൊടുക്കുക. ദെൻ റീസ്ട്രക്ചറിങ്. എന്താ റീസ്ട്രക്ചറിങ് മീൻസ് പുനഃക്രമീകരണം ചെയ്യുകയാണ്. സ്ട്രക്ചറൊക്കെ ഒന്ന് പുനഃക്രമീകരണം ചെയ്ത് പുതിയ പുതിയ ടെക്നോളജികളോ മെത്തേഡ്സുകളൊക്കെ ഉപയോഗിക്കുക. ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ്. വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ. അതായത് ഓരോ സ്റ്റാഫിനും അല്ലെങ്കിൽ ഓരോ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികൾക്കും ക്ലിയർ കട്ട് ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് സ്ട്രാറ്റജീസ് ടു മീറ്റ് ചലഞ്ചസിൽ വരുന്നത്. പോയിന്റുകൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചലഞ്ചസിൽ നമുക്ക് ഇങ്ങനെയെല്ലാം നേരിടാവുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോ ഇത് ബൈഹാർട്ട് ചെയ്താൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഠിച്ചു വെക്കാം. ഓക്കെ, നമ്മളുടെ ഓർമ്മയിലാതെ ഇരുന്നോളും. ബൈഹാർട്ട് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് വിട്ടിട്ടുണ്ടെങ്കിൽ പുറമേ ബാക്കി എല്ലാ പോയിന്റും പോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? മനസ്സിലാക്കി പഠിച്ചു വെക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് എക്സ്റ്റേണലും അതുപോലെ നമ്മള് സ്ട്രാറ്റജീസ് ടു മീറ്റ് ചലഞ്ചസ് പെട്ടെന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോണം. മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്. അതായത് പുതിയ പുതിയ മാർക്കറ്റ് ട്രെൻഡിങ് ഒക്കെ കൊണ്ടുവരുന്നതാണ്. ടെക്നോളജിയിലായാലും പല ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ട്രെൻഡ്സുകളും കാര്യങ്ങളും പുതിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക.
കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, അപ്പൊ ഓവർവ്യൂ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് പഠിച്ചത്. പഠിച്ചോ? എടുത്തത്ര വായിച്ചോ നിങ്ങള്? എത്ര പേര് വായിച്ചിട്ടുണ്ട്? ചെറിയ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പോലെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം അല്ല ഇവിടെ. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ വായിക്കുന്നുണ്ടോ? ഡെയിലി എടുക്കുന്നത് ഡെയിലി വായിച്ചു പോകാട്ടോ. നിങ്ങൾക്ക് സമയം ഇനി പലർക്കും സമയത്തിന്റെ പ്രശ്നം ഉണ്ടാകാം, എങ്കിലും മാക്സിമം വായിച്ചു പോവുക. കാരണം റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് ആണ് മൊത്തം അല്ലെ. നമുക്കത് എന്താ പറയാ, അത് എക്സാക്ട് ആ പോയിന്റ്സ് തന്നെ നമുക്ക് വായിച്ച് നമുക്ക് പറയാനും അതുപോലെ നിങ്ങൾക്ക് പഠിക്കാനും പറ്റുള്ളൂ. അതിൽ കൂടുതലൊന്നും അതിൽ എക്സ്പ്ലനേഷൻ ചെയ്ത് പറയാനില്ല. എക്സാക്ട് പോയിന്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുള്ള 7th പോയിന്റ് വരെയാണ് പറഞ്ഞത്. ആണോ? ഓർക്കുന്നുണ്ടോ 7th പോയിന്റ് വരെ? ഓക്കെ, ജസ്റ്റ് ഞാൻ ആ പേരുകൾ മാത്രം പറയാം കേട്ടോ. അപ്പൊ ഞാൻ പ്രത്യേകം പറഞ്ഞു, ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഡാർക്കൻ ചെയ്തിരിക്കുന്ന ആ റെസ്പോൺസിബിലിറ്റീസ് മാത്രം ഒന്ന് പഠിക്കുക. ഉള്ളിലുള്ളത് നമുക്ക് മനസ്സിലാക്കി വയ്ക്കുക. 7th ഒന്നുകൂടെ പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ഞാൻ ജസ്റ്റ് പേര് മാത്രം പറയുന്നുള്ളൂ കേട്ടോ. ആദ്യം strategic planning, then financial management, policy development and implementation, human resource management, facilities and equipment management, then quality assurance and patient safety, then community relations. അല്ലെ? അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത്. കമ്മ്യൂണിറ്റി റിലേഷൻസ് എന്ന് പറയുമ്പോൾ നോക്കാം, hospital administrators play an important role in maintaining positive relationship with the community. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ സൊസൈറ്റി ആണ് അല്ലെ. അപ്പൊ സൊസൈറ്റിയുമായിട്ട്, അതായത് കമ്മ്യൂണിറ്റി റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. എവിടെ? മെയിൻറ്റെയിനിങ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് ദ കമ്മ്യൂണിറ്റി. സൊസൈറ്റിയുമായിട്ട് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അഡ്മിനിസ്ട്രേറ്റർക്ക് പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ടെന്ന്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പബ്ലിക് റിലേഷൻ നമ്മൾ ചാപ്റ്റർ പഠിച്ചോ? നിങ്ങള് പഠിച്ചോ? പബ്ലിക് റിലേഷൻ പഠിച്ചോ? ഓക്കെ, അതിന് നമ്മൾ ടോട്ടൽ ആയിട്ട് എന്താണ് ഈ പബ്ലിക് റിലേഷൻസിൽ പഠിച്ചത്? ഇത് ഓർമ്മയുണ്ടോ? എന്താണ് നമ്മൾ അവിടെ പബ്ലിക് റിലേഷൻസിൽ പഠിച്ച കാര്യം? മെയിൻ ആയിട്ട് എല്ലാ പോയിന്റിലും നമ്മൾ ഒറ്റൊരു കാര്യമാണ് പറയുന്നത്. എന്താണ്? ഓർക്കുന്നുണ്ടോ? ആർക്കും പറയാനില്ല? നമ്മളൊരു ഹോസ്പിറ്റലിന് ഏറ്റവും പേഷ്യന്റ് റിലേഷൻ ആണ് ഉദ്ദേശിച്ചത്. പേഷ്യൻസിന് അല്ലെങ്കിൽ പബ്ലിക്കിനാണ് ആ ഹോസ്പിറ്റലിൽ, ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉള്ളത്. ആണോ? പബ്ലിക്കിന് കൊടുക്കേണ്ട റെസ്പെക്ട്, അല്ലെങ്കിൽ പബ്ലിക്കിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് അല്ലെ. നമ്മൾ പറഞ്ഞു ഗ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് ആരാണ് ഒരു ഹോസ്പിറ്റലിന് ഗ്രാൻഡ് അംബാസിഡർ? ഓർക്കുന്നുണ്ടോ? അങ്ങനെ വായിച്ചൊരു പോയിന്റ് അല്ലെ. പേഷ്യന്റ് ആണ്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് ഒരു ഹോസ്പിറ്റലിന്റെ ഗ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത്. സോ ഈ പേഷ്യന്റ് എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ ഒരു വ്യക്തിയാണ് അവൻ. ആണോ? സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ കമ്മ്യൂണിറ്റി, സമൂഹം, സൊസൈറ്റിക്ക് ഒന്ന് തന്നെയാണ് കേട്ടോ. സോ കമ്മ്യൂണിറ്റിയിൽ, അതായത് കമ്മ്യൂണിറ്റി വേണം. നമുക്കൊരു സൊസൈറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ. കമ്മ്യൂണിറ്റിയും പബ്ലിക്കും. സോ കമ്മ്യൂണിറ്റിയുമായിട്ടും അല്ലെങ്കിൽ പബ്ലിക്കുമായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്താൽ മാത്രമേ ആ ഹോസ്പിറ്റലിന് നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ. ആണോ? പേഷ്യന്റ് ഉണ്ടെങ്കിലല്ലേ ഹോസ്പിറ്റലിൽ മൂവ് ചെയ്യുള്ളൂ. ആണോ? അല്ലാതെ ഡോക്ടറും നഴ്സും സ്റ്റാഫുകളും മാത്രം മതിയോ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുവാൻ? ആണോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഡോക്ടേഴ്സ്, നഴ്സസ്, അവിടുത്തെ സ്റ്റാഫുകള്, അവര് മാത്രം ഉണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യോ? ഇല്ല അല്ലെ. അതിന് നമുക്ക് കമ്മ്യൂണിറ്റി വേണം, സൊസൈറ്റി വേണം, സൊസൈറ്റിയിലെ ജനങ്ങള് വേണം അല്ലെ, പേഷ്യൻസ് ഉണ്ടായിരിക്കണം. സോ അതുകൊണ്ടാണ് നമ്മള് കമ്മ്യൂണിറ്റി റിലേഷൻസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. ക്ലിയർ ആയോ? എന്താണ് അപ്പൊ കമ്മ്യൂണിറ്റി റിലേഷൻ തമ്മിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? ഓക്കെ ആണോ? They engage in community outreach programs,
cooperate with the local organization and assist the hospital service to meet healthcare requirements of the community in an effective manner. അല്ലെ? അതുകൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഫലപ്രദമായിട്ടുള്ള സേവനങ്ങളെ സഹായിക്കാനായിട്ട് ഹോസ്പിറ്റലും സഹായിക്കുന്നുണ്ടെന്ന്. മീൻസ് നമ്മള് സമൂഹം ഹോസ്പിറ്റലുകൾ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് പോലെ ഹോസ്പിറ്റലും കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഇപ്പോ ഔട്ട്റീച്ച് പ്രോഗ്രാംസ് നമ്മൾ പറഞ്ഞ ക്യാമ്പുകളും മറ്റും കണ്ടക്ട് ചെയ്യും ഇല്ലേ? ചില ഹോസ്പിറ്റലുകളൊക്കെ ഓരോ സ്കൂൾ ബേസിസിൽ ക്യാമ്പുകൾ നടത്താം, അല്ലെങ്കിൽ ചിലപ്പോ രക്ത പരിശോധനകള് അല്ലെങ്കിൽ എന്താണ് ടെസ്റ്റുകള്, ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ അലർജി ടെസ്റ്റുകള് അല്ലെങ്കിൽ ക്യാമ്പുകള്, നേത്ര ചികിത്സ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്യാമ്പുകളൊക്കെ അവര് കമ്മ്യൂണിറ്റിയില് സൊസൈറ്റിയിൽ ചെയ്യാറുണ്ട് ഹോസ്പിറ്റലുകാര് ഇല്ലേ? ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? സമൂഹവുമായിട്ടുള്ള ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ക്ലിയർ ആയോ പോയിന്റ്? ക്ലിയർ ആയോ? മനസ്സിലായില്ല എന്ന് പറഞ്ഞവർക്ക് ഓക്കെ ആണോ? ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് നോക്കാം കേട്ടോ. ഇതെല്ലാം നമ്മൾ മീൻസ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു നമ്മള് ഓരോ ചാപ്റ്ററിലും പഠിച്ച കാര്യങ്ങളാണ് അല്ലെ? അതുമായിട്ടെല്ലാം റിലേറ്റ് ചെയ്ത് വരുന്നതാണത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എട്ടാമത്തെ പോയിന്റ് റിസ്ക് മാനേജ്മെന്റ് അല്ലെ? റിസ്ക് മാനേജ്മെന്റ്. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമെന്നുണ്ടോ? ഉണ്ടോ? ഏത് ജോലിയും പെർഫെക്റ്റ് ആകണമെന്നില്ല അല്ലെ? അവിടെയും ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ റിസ്കുകൾ കുറച്ച് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും അല്ലെ? ചിലപ്പോ പേഷ്യൻസിന്റെ പ്രോബ്ലംസ് ആയിരിക്കാം, മറ്റു മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങൾ വരാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി റിസ്കിനെ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ട് ഹോസ്പിറ്റലുകാർക്ക് വരാം. നോക്കാം റിസ്ക് മാനേജ്മെന്റ് കേട്ടോ. Administration evaluate and manage risk connected with the hospital operations. അല്ലെ? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നു എന്താണ്? റിസ്ക് കണക്റ്റഡ് വിത്ത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ. ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട റിസ്കുകളെ ഇവാലുവേറ്റ് ചെയ്യുകയും വേണം, മാനേജ് ചെയ്യുകയും വേണം. ഇപ്പോ ഒരു പേഷ്യന്റ് വന്നു, ഇപ്പൊ പേഷ്യന്റിന്റെ ചികിത്സയിൽ എന്തെങ്കിലും നമ്മള് ന്യൂസിലൊക്കെ കേൾക്കാറില്ലേ നിങ്ങള്, അല്ലെങ്കിൽ കാണാറുണ്ടോ ചികിത്സാ പിഴവ് മൂലം വരുന്ന പ്രശ്നങ്ങള്? അപ്പൊ അതൊക്കെ ഹോസ്പിറ്റല് അഡ്മിനിസ്ട്രേറ്റർ പരമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് അല്ലെ? അപ്പോ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന റിസ്കുകള് മാനേജ് ചെയ്യേണ്ട ഒരു റോളും കൂടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനുണ്ട്. They execute protocols and policies to minimize potential risk. അല്ലെ? മിനിമൈസ് പൊട്ടൻഷ്യൽ റിസ്ക്. സോ അതിനാൽ സാധ്യതയുള്ള റിസ്കുകൾ മീൻസ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ അപകടങ്ങൾ വന്നേക്കാവുന്ന സാധ്യതയുള്ള റിസ്കുകള് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലില് പ്രോട്ടോകോൾസുകളും പോളിസീസുകളും കൊണ്ടുവരണം. ഓക്കെ, മീൻസ് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും നടപടികളും റിസ്കുകളെ പരമാവധി മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സിന് കൊണ്ടുവരാവുന്നത്. സൂപ്പർവൈസ് പേഷ്യന്റ് ആൻഡ് എംപ്ലോയി സേഫ്റ്റി മെഷേഴ്സ് അല്ലെ? അതുപോലെ തന്നെ പേഷ്യൻസിനും എംപ്ലോയീസിന്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു സൂപ്പർവൈസ് ചെയ്തിരിക്കണം, ഒരു മേൽനോട്ടം ഉണ്ടായിരിക്കണം എന്ന പേഷ്യൻസിന്റെ കാര്യത്തിലും അതുപോലെ എംപ്ലോയീസ് അവിടെയുള്ള എംപ്ലോയീസിന്റെ സുരക്ഷയുടെ കാര്യത്തിലും ഒരു മേൽനോട്ടം അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഉണ്ടായിരിക്കണം. ആൻഡ് ഹാൻഡിൽ ലീഗൽ ആൻഡ് ഇൻഷുറൻസ് മാറ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദ ഹോസ്പിറ്റൽ അല്ലെ? അതുപോലെ തന്നെ ലീഗൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിലും അതുപോലെ തന്നെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള മാറ്റേഴ്സുകൾ കൈകാര്യം ചെയ്യുന്നതിനും മറ്റുമായിട്ടും പ്രോട്ടോകോൾസ് പാലിക്കണം. ഓക്കെ, ഇത്രയുമാണ് റിസ്ക് മാനേജ്മെന്റിൽ പറയുന്നത്. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിൽ കുറച്ച് റിസ്കുകളൊക്കെ അധികം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ചികിത്സാ പിഴവായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പല പല പ്രശ്നങ്ങളായിരിക്കാം അല്ലെ? സോ ഇങ്ങനെ പ്രശ്നങ്ങള് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോട്ടോകോൾസുകളും പോളിസീസും അതായത് കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരാൻ. സോ അതുപോലെ തന്നെ പേഷ്യന്റിന്റെയും എംപ്ലോയീസിന്റെയും സുരക്ഷയ്ക്കും ഈ നിയമങ്ങളൊക്കെ പാലിക്കുക. ലീഗൽ ആയിട്ടുള്ള നിയമപരമായിട്ടുള്ളതും ഇൻഷുറൻസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോളിസീസും പ്രോട്ടോകോൾസും പാലിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? റിസ്ക് മാനേജ്മെന്റ് സിമ്പിൾ ആണ്. നമ്മൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ടോട്ടൽ ഇത് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻഫോർമേഷൻ മാനേജ്മെന്റ്. ഓക്കെ, ഇൻഫോർമേഷൻ മാനേജ്മെന്റ്. Administrators supervise the implementation and maintenance of health information system and electronic medical record. അല്ലെ?
അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യാം? സൂപ്പർവൈസ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് മെയിൻ്റെനൻസ്. ഇംപ്ലിമെന്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിപ്പ് എന്നൊക്കെ പറയില്ലേ. ആൻഡ് മെയിൻ്റെനൻസ് ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം ആൻഡ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. പേഷ്യൻസിന്റെ സംബന്ധിച്ചിട്ടുള്ള ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം HIS പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. HIS ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. അപ്പോ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ്, ചികിത്സാപരമായിട്ടുള്ളതും പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിലാണ് സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. സോ ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിനെയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തെയും ഇംപ്ലിമെന്റേഷൻ ചെയ്യുക, മീൻസ് നടത്തിപ്പ് എന്നൊക്കെ പറയില്ലേ, അതായത് അത് മെയിൻ്റെനൻസ് ചെയ്യുക, അതിനെ നമ്മൾ സംരക്ഷിക്കുക ആണ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ മാനേജ്മെന്റ്. അതുകൊണ്ട് പറയാം കേട്ടോ. അതായത് നമുക്കിപ്പോ അറിയാം ഹോസ്പിറ്റലുകളിലെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞു പഴയതുപോലെ ഒരു ഫയലിംഗ് സിസ്റ്റം ഒക്കെ മാറ്റിക്കൊണ്ട് നമ്മളിപ്പോ അത് HIS എന്നുള്ള ഇതിലോട്ട് മാറി, ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. നമ്മൾ പറഞ്ഞു ലബോറട്ടറിയിലാണെങ്കിൽ അവിടെ ഒരു ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ഉണ്ട്. ദെൻ ഡോക്ടേഴ്സിന്റെ റൂമില് നമ്മളുടെ സിസ്റ്റത്തിലാണ് ഓൾറെഡി പേഷ്യൻസിന്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ എൻട്രി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡാണ്, പേഷ്യൻസിന്റെ വിവരങ്ങൾ നമ്മൾ സിസ്റ്റം ബേസ്ഡ് ആക്കിയിരിക്കുന്നു. സോ ഈ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ, അതായത് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സിനെ മെയിൻ്റെനൻസും ചെയ്യുക, ഇംപ്ലിമെന്റേഷനും ചെയ്യുക, അത് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. അതായത് പേഷ്യൻസിന്റെ ചികിത്സാ വിവരങ്ങളും അതുപോലെ തന്നെയുള്ള ഡീറ്റെയിൽസ് ഒന്നും ആവശ്യത്തിന് മാത്രമേ അവർക്ക് റിലീസ് ചെയ്യാൻ പാടുള്ളൂ, മറ്റൊരാൾക്ക് റിലീസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ക്ലിയർ ആയോ പോയിന്റ്? ഇൻഫോർമേഷൻ സിസ്റ്റത്തിന് മെയിൻറ്റെയിൻ ചെയ്യാണ്. പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങള് നമ്മള് ട്രീറ്റ്മെന്റ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കല്ലാതെ റിലീസ് ചെയ്യാൻ പാടില്ല. അതാണ് അവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. They guarantee the confidentiality and security of patient information while facilitating efficient data management and reporting. ഞാൻ ഇപ്പൊ പറഞ്ഞ പോയിന്റ് തന്നെയാണ് കേട്ടോ. ദ ഗ്യാരണ്ടി, അവര് എന്താണ് കാര്യക്ഷമമായിട്ടുള്ള ഒരു ഡാറ്റ മാനേജ്മെന്റും അതുപോലെ തന്നെ റിപ്പോർട്ടിങ്ങും, പേഷ്യൻസിന്റെ റിപ്പോർട്ടിംഗ് ഒക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ രോഗികളുടെ വിവരങ്ങൾ എപ്പോഴും കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, രഹസ്യാത്മകമായിരിക്കണം, അതുപോലെ തന്നെ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക. പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. മീൻസ് ഇത് മറ്റു ആർക്കും റിലീസ് ചെയ്യാൻ പാടില്ല. മീൻസ് ഹോസ്പിറ്റലിന്റെ ചികിത്സാപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ പേഷ്യൻസിന്റെ റിപ്പോർട്ടുകളോ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസോ റിലീസ് ചെയ്യാൻ പാടുള്ളൂ. ദ ഗ്യാരണ്ടി കോൺഫിഡൻഷ്യലി. സോ അഡ്മിനിസ്ട്രേറ്റർ ഗ്യാരണ്ടി ചെയ്യണമെന്ന്, എന്ത് കോൺഫിഡൻഷ്യലി ആയിരിക്കണം, പേഷ്യന്റിന്റെ റിപ്പോർട്ടുകൾ രഹസ്യത്തിൽ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഇൻഫോർമേഷൻ മാനേജ്മെന്റ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. ലാസ്റ്റ് വൺ, കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. Collaboration and leadership. Administrators work collaboratively with physicians, nurses, and other healthcare professionals to ensure a coordinated and efficient delivery of care. അല്ലെ, അതായത് അഡ്മിനിസ്ട്രേറ്റേഴ്സും മറ്റ് സ്റ്റാഫുകളുമായിട്ടും, എക്സാമ്പിൾ പറയുന്നുണ്ട് ഫിസിഷ്യൻസ്, നഴ്സസ്, ദെൻ അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, അല്ലെ, ഇവരെല്ലാവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം. എന്താ കൊളാബറേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹകരിച്ച് പ്രവർത്തിക്കുക എന്നൊക്കെ പറയൂലേ. കൊളാബറേറ്റീവ്, കോപ്പറേറ്റീവ് ലേണിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സംയോജിച്ച്. ഓക്കെ, പ്രോപ്പർ മലയാളത്തിൽ പറയുമ്പോൾ സംയോജിച്ചത് പറയാം. ഒരു സഹകരണം വേണോന്ന് പറയില്ലേ? സംയോജിച്ചോ സഹകരണോ ഒത്തുചേർന്നോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. ഓക്കെ, അപ്പൊ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. അല്ലാതെ ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ആണെന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ഫിസിഷ്യനുമായിട്ടും നഴ്സസ് ആയിട്ടും അതുപോലെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിലെ മറ്റ് സ്റ്റാഫുകളുമായിട്ടൊക്കെ സംയോജിച്ച് പ്രവർത്തിക്കണം എന്ന്. ടു എൻഷുർ, അതുപോലെ കോർഡിനേറ്റ് ആൻഡ് എഫിഷ്യന്റ് ഡെലിവറി ഓഫ് കെയർ, കാര്യക്ഷമമായിട്ടുള്ള ഒരു പരിചരണം ഉറപ്പുവരുത്തുക. ഓക്കെ, ഫിസിഷ്യനുമായിട്ടും നഴ്സസ് ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് പേഷ്യൻസിന് എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രവർത്തനം ഡെലിവർ ചെയ്യുക, ഒരു പരിചരണം കൊടുക്കുക.
They give leadership, support, guidance to staff members. അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യുക, ഒരു ലീഡർഷിപ്പ് കൊടുക്കുക, ലീഡർഷിപ്പ് പോലെ ചെയ്യുക. Then support, guidance to staff members. സ്റ്റാഫ് മെമ്പേഴ്സിന് സപ്പോർട്ട് ചെയ്യുക, then ഗൈഡൻസ് ചെയ്യുക. കാരണം എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുത്ത് അവർ ഗൈഡൻസ് ചെയ്യുക. Then promoting a positive and collaborative work culture. ഒരു പോസിറ്റീവ് ആയിട്ടും അല്ലെങ്കിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംസ്കാരം തൊഴിലിലെ അതായത് അവരുടെ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാന്ന്, പോസിറ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ പരസ്പരം എല്ലാവരും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, collaborate and leadership. അതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത് ഡോക്ടേഴ്സ് നഴ്സ് ഒക്കെ ആയിട്ട് സഹകരിച്ച് നല്ലൊരു പരിചരണം പേഷ്യൻസിന് കൊടുക്കുക. ക്ലിയർ ആണോ? 10 പോയിന്റ് ആണുള്ളത്. അപ്പോ ലാസ്റ്റ് 11 എന്നുള്ളത് ഞാൻ വെട്ടാൻ പറഞ്ഞിരുന്നു, വെട്ടിയായിരുന്നോ? 11 നമ്പർ ഇട്ടേക്കുന്നത് നമ്പർ ഒന്ന് വെട്ടിക്കൊടുക്കാം. 10 പോയിന്റ് ഉള്ളൂ. ഇത് കൺക്ലൂഡ് ചെയ്തേക്കാണ് കേട്ടോ. ഓക്കെ, കൺക്ലൂഡ് ചെയ്തേക്കുന്നത് കൂടി ഒന്ന് വായിക്കാം, ശ്രദ്ധിക്കാം. These responsibilities may differ depending on the size and type of the hospital. ഇതൊക്കെ നമ്മൾ പറഞ്ഞു, ഒരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്ററിന്റെ 10 റെസ്പോൺസിബിലിറ്റീസ് ആണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് ഈ റെസ്പോൺസിബിലിറ്റീസ് ഹോസ്പിറ്റലിന്റെ ടൈപ്പിനെയും സൈസിനെയും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാമെന്ന്. ചില ഹോസ്പിറ്റലുകളൊക്കെ പറയുമ്പോൾ ചെറിയ ഹോസ്പിറ്റൽ ആയിരിക്കും, വലിയ ഡെവലപ്ഡ് ഒന്നും ആയിരിക്കും അല്ലെ, അപ്പൊ ഇത്രയും റോളുകളൊന്നും ഇവിടെ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടാവില്ല. ഇനി കുറച്ചും കൂടി മൾട്ടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ഇതിലും കൂടുതൽ വന്നേക്കാം. സോ സൈസും ടൈപ്പും അനുസരിച്ചിട്ട് റെസ്പോൺസിബിലിറ്റീസിലും ചേഞ്ചസുകൾ ഉണ്ടായേക്കാം. Hospital administrators play a vital role in managing and enhancing healthcare facilities, operations and services. Clear? So, ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തില് പ്രവർത്തനങ്ങളും അല്ലെ, ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സർവീസസ്, ഓപ്പറേഷൻസ് ആൻഡ് സർവീസസ്, പ്രവർത്തനങ്ങളും സേവനങ്ങളും കൈകാര്യം ചെയ്യുന്നതും അതുപോലെ തന്നെ എൻഹാൻസ് ചെയ്യാൻ, മെച്ചപ്പെടുത്തുന്നതിനും അഡ്മിനിസ്ട്രേറ്റീവ് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് 10 റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. 7th റെസ്പോൺസിബിലിറ്റീസ് തുടങ്ങി ഒന്ന് വായിക്കാം കേട്ടോ. 7th തുടങ്ങി 10th വരെ. ഓക്കെ, ബാക്കി നമ്മൾ വായിച്ചാണല്ലോ. വായിക്കുക നമ്മളുടേതായ രീതിയിൽ, മാക്സിമം ഞാൻ സിമ്പിൾ ആക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ വായിച്ചു പോവുക കേട്ടോ. ഒരുപാട് നമ്മള് എന്താ പറയാ, ഒരുപാട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുറച്ച് ബോറിംഗുമായിട്ട് തോന്നും. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ,
ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. ഓക്കെ, അപ്പോ ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റില് തന്നെ പറയാം, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അങ്ങനെ തന്നെയാണല്ലോ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ. അപ്പോ ഒരു ഹോസ്പിറ്റലിലെ പല പല ഡിപ്പാർട്ട്മെന്റുകളുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തം പറയുന്നത്. അപ്പൊ ഏകദേശം എല്ലാം നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഇത് ഒരേപോലെയാണെന്നൊക്കെ തോന്നിയേക്കാം, കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ, അങ്ങനെ ഒരേപോലെ എല്ലാം ഒരേ മെത്തേഡ് തന്നെയാണ് കണ്ടോ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. ഇനി നെക്സ്റ്റ് വരുന്നത് ജോബ് സമ്മറി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മെഡിക്കൽ സെക്രട്ടറി. ദെൻ നെക്സ്റ്റ് ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റീസ് കണ്ടോ. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ മീൻസ് ഓരോ എന്താ പറയാ, ഓരോ വ്യക്തികളുടെ ഓരോ പേഴ്സൺസിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ എല്ലാവരും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകും തുടക്കത്തിൽ തന്നെ ഇതൊരു ബോറിംഗ് ആണല്ലോ എന്ന്. ആണോ? ബോറിംഗ് ഒന്നുമില്ല, കുറച്ച് പോയിന്റ്സുകളാണ്. അപ്പൊ അതുപോലെ തന്നെ വായിച്ചു പോകാൻ മാത്രം നമുക്ക് ഈ ഒരു ചാപ്റ്റർ പറ്റുള്ളൂ. കാരണം ഇതിൽ കൂടുതൽ എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റുന്നൊന്നുമല്ല. ഓക്കെ, നമ്മൾ മറ്റേതെങ്കിലും ഒക്കെ നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് ടീച്ചർ മാക്സിമം എക്സാമ്പിൾ നിങ്ങൾക്ക് ഇടാറുണ്ട് അല്ലെ. അപ്പൊ ഇത് എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ല, ഇത് കറക്റ്റ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ്. ഇപ്പോൾ മെഡിക്കൽ സെക്രട്ടറി എന്തൊക്കെയാണ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ്, അതുപോലെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്തൊക്കെയാണ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ്. സോ ഈ എക്സാമ്പിൾ പോയിന്റ് ആണ് നമ്മൾ വായിച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ കേട്ടിരിക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറയുന്നത് അനുസരിച്ച് പഠിച്ചു പോവുക. അപ്പൊ നമുക്ക് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് നോക്കുന്നത്. നോക്കാം. The job description of an outpatient secretary in a hospital normally comprise a variety of administrative and clerical duties related to the operation of outpatient department. അപ്പോ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, അദ്ദേഹം എവിടെയായിരിക്കും കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്? ഔട്ട് പേഷ്യന്റ് സർവീസസിലാണ്. ആണോ? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി പോയിട്ട് ഇൻപേഷ്യന്റിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഔട്ട് പേഷ്യന്റ് സർവീസസിൽ മീൻസ് അഡ്മിറ്റ് ആകാതെയുള്ള പേഷ്യൻസുകളുടെ കാര്യങ്ങളിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി വരുന്നത്. ഓക്കെ, സോ ക്ലറിക്കൽ ഡ്യൂട്ടീസും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഭരണപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഡ്യൂട്ടിയും ഉണ്ട്, ക്ലറിക്കൽ ഡ്യൂട്ടീസും അദ്ദേഹത്തിനുണ്ട്. Then some of the key responsibilities of an outpatient secretary in a hospital may comprise of എന്തൊക്കെയാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്നാണ് പറയുന്നത്. സിമ്പിൾ ആണ്, നിങ്ങൾ ആ പോയിന്റ് മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. എത്ര ഡ്യൂട്ടീസ് ഉണ്ട്? 7 കേട്ടോ. 7 റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഈ 7 പോയിന്റുകളും പഠിച്ചു വെക്കുക, ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, മനസ്സിലാക്കി വെക്കാന്ന് പറഞ്ഞാൽ പഠിക്കണ്ടെന്നല്ല അതിനർത്ഥം കേട്ടോ. പഠിക്കണ്ടെന്നുള്ളതിന്റെ അർത്ഥം പോയിന്റ് മനസ്സിലാക്കി വെക്കാം. നമ്മളിപ്പോ ഒരു പാരഗ്രാഫ് നിങ്ങൾ വായിച്ചു, നിങ്ങൾ എക്സാമിനൊക്കെ അങ്ങനെയല്ലേ. ഇനി നിങ്ങൾ ടീച്ചർ അത് മാത്രം പഠിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് പഠിക്കണ്ടെന്നല്ല. ഇപ്പോ നമ്മൾ ഒരു പോയിന്റ് വായിക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ ഉള്ളിൽ വരുന്നത് ഇന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലെ. അങ്ങനെ നമ്മളുടേതായ രീതിയിലേക്ക് പഠിച്ചു വെക്കുക. അല്ലാതെ നമ്മൾ എല്ലാവരും ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞ് പഠിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. ചിലവർക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ ഇഷ്ടം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഉണ്ടോ? ബൈഹാർട്ട് ചെയ്താൽ മാത്രം പഠിച്ചാൽ കിട്ടുന്നുള്ളവരും ഉണ്ടാകും. അത് എല്ലാവരും ഒരേ ലെവലല്ല അല്ലെ. ഓരോരുത്തർക്കും ഓരോ രീതിയാണ് പഠിക്കുന്നത്. ചിലവരത് മനസ്സിലാക്കി വായിക്കും അല്ലെ. ചിലവരെന്താണ് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ മാക്സിമം നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ടൈം കളയണില്ല, സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെ പഠിച്ചാലും കിട്ടാത്തവരുണ്ട്. ഓക്കെ, ആരാണെന്ന് ഇപ്പൊ മനസ്സിലായോ? എന്നിട്ട് എങ്ങനെ പഠിച്ചാലും കിട്ടില്ല, അത് നമ്മളുടെ കാണും. ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ ഇഷ്ടത്തോടു കൂടി പഠിക്കുക. നമുക്ക് എത്ര ടഫുള്ള കാര്യങ്ങളും നിങ്ങൾ ഇഷ്ടത്തോടു കൂടി പഠിച്ചു നോക്കി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഇപ്പൊ ഒരു സബ്ജക്റ്റിനെ നിങ്ങൾ ഇഷ്ടത്തോടെ വെറുപ്പോട് കൂടി പഠിക്കുമ്പോഴാണ് അതൊട്ടും തലയിൽ കയറില്ല. എങ്ങനെയാ? നമുക്ക് ഇഷ്ടമില്ലാതാണ് നമ്മൾ പഠിക്കുന്നത്. ആണോ? സോ ഇഷ്ടത്തോടു കൂടി പഠിക്കുക കേട്ടോ. അപ്പൊ പോയിന്റിലേക്ക് വരാം. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആണ്. വെറുതെ പറഞ്ഞാണ്. ഓക്കെ, കുഴപ്പമില്ല. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആണ്.
ഫസ്റ്റ് വൺ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് അല്ലെ, അപ്പോയിന്റ്മെന്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യുക. അപ്പൊ എന്തൊക്കെയായിരിക്കും ഇതിനുള്ളിൽ വന്നിരിക്കുന്നത് നമുക്കൊരു ഐഡിയ ഇപ്പൊ തന്നെ കിട്ടി. നമ്മൾ വായിക്കാതെ തന്നെ നമുക്കറിയാം എന്തൊക്കെയായിരിക്കും അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നതിൽ വരുന്നത്. പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യുക, ദെൻ ഡോക്ടറെ കാണാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. നോക്കാം, outpatient secretary is accountable for scheduling appointment for patient and making sure that appointments are aptly prioritized based on patient's medical requirements. അല്ലെ, പേഷ്യൻസിന് ഡോക്ടറെ കാണാനായിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സുകള് എന്താണ്, അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മെഡിക്കൽ ആവശ്യകത അനുസരിച്ച്, അതായത് രോഗികൾ ഇപ്പൊ ചില പേഷ്യൻസിനൊക്കെ എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ ചെയ്ത് കൊടുക്കാണ്. ഇപ്പൊ തീരെ വയ്യാത്തവർക്കുണ്ടെങ്കിൽ അവർക്ക് അധികം നേരം വെയിറ്റ് ചെയ്തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. സോ അതെല്ലാം കണ്ടുകൊണ്ട് അതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി. ആരുടെയാണ്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. ഓക്കെ, ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്. Then second one, coordinating patient care. കോർഡിനേറ്റ് ചെയ്യാം അല്ലെ, സംയോജിപ്പിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞു കോർഡിനേറ്റ് ചെയ്യുക, ഒരുമിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ് പേഷ്യന്റ് കെയർ. നോക്കാം, the outpatient secretary works keenly എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീഷ്ണതയോടെ അല്ലെങ്കിൽ കുറച്ചും ശ്രദ്ധയോട് കൂടി, keenly with the hospital staff to coordinate patient care അല്ലെ. അതായത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി കുറച്ചും കൂടി തീഷ്ണതയോട് കൂടി വർക്ക് ചെയ്യാണ് with other hospital staff to coordinate patient care. സ്റ്റാഫും പേഷ്യന്റ് ഒക്കെ തമ്മിൽ കോർഡിനേറ്റ് ആവുന്നതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, അവരുടെ ഒരു പ്രവർത്തനങ്ങളിൽ ഒരു മേൽനോട്ടം വഹിക്കുക. കോർഡിനേറ്റ് ചെയ്യാതെ സ്റ്റാഫും പേഷ്യന്റും തമ്മിലുള്ള ഒരു കോർഡിനേറ്റ് ചെയ്ത് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക എന്ന് പറയാം. which include, എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? arranging for diagnostic test and procedures അല്ലെ, രോഗനിർണയത്തിനും അതുപോലെ തന്നെ മറ്റു പരിശോധനകൾക്കുമായിട്ടും നടപടിക്രമങ്ങൾക്കുമായിട്ടും എന്ത് ചെയ്യുക, നടപടിക്രമങ്ങളൊക്കെ ക്രമീകരിക്കുക. അതുപോലെ getting medical records and ensuring that patients receive follow up care അല്ലെ. അതായത് ടെസ്റ്റുകൾ രോഗനിർണയങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു മെഡിക്കൽ പ്രൊസീജിയേഴ്സ്, ഡോക്ടറെ കാണാനും അങ്ങനെയുള്ള മെഡിക്കൽ നടപടിക്രമങ്ങൾക്കും, ദെൻ രോഗികളുടെ രേഖകൾ മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കാനും അതുപോലെ തന്നെ ഒരു ഫോളോ അപ്പ് കെയർ ലഭിക്കുന്നതിന് ഉറപ്പുവരുത്തുക. Then ensuring that patient receive active follow-up care. ഫോളോ-അപ്പ് കെയറുകൾ പേഷ്യൻസിന് നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതാണ്. അതായത് പേഷ്യൻസിനോട് കുറച്ചും കൂടി അവരോട് അസിസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ് ഈ കോർഡിനേറ്റിൽ ഉദ്ദേശിക്കുന്നത്. പേഷ്യൻസിന് നമ്മൾ ആദ്യം പറഞ്ഞു അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ റെഡിയാക്കി കൊടുക്കുക. സെക്കൻഡ് വൺ പറയുന്നത് പേഷ്യൻസും സ്റ്റാഫുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അതുപോലെ തന്നെ പേഷ്യൻസിന് ടെസ്റ്റുകൾ ചെയ്യാനും മറ്റു ഇപ്പൊ ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ ഇപ്പൊ സ്കാനിങ്ങോ എക്സ്റേയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുക്കാനും മറ്റും അവരെ ഹെൽപ്പ് ചെയ്യുക. പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കുക. ദെൻ ഫോളോ അപ്പ് കെയറുകളൊക്കെ ഉറപ്പുവരുത്തുക. ഓക്കെ, കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ആൻസറിംഗ് ഫോൺ കോൾസ്. The outpatient secretary is accountable for answering phone calls and directing patient to the concerned department or staff members. അല്ലെ, ഫോൺ കോളുകളൊക്കെ ഔട്ട് പേഷ്യൻസില് ഒപിയിൽ വരുന്ന ഫോൺ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുക, അതിനുള്ള മറുപടിയൊക്കെ കൊടുക്കുക. ദെൻ പേഷ്യൻസിന് ഡയറക്റ്റ് ചെയ്യുക, അതായത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റിൽ. ചില പേഷ്യൻസിനൊന്നും അറിയാൻ പറ്റില്ലല്ലോ എവിടെയാണ് ഡോക്ടർ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നുള്ള ഒരു അറിവൊന്നും ഉണ്ടായിരിക്കില്ല. സോ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻസ് പേഷ്യൻസിന് കാണിച്ചു കൊടുക്കുക. ഓക്കെ, പേഷ്യൻസ് ഓർ സ്റ്റാഫ് മെമ്പേഴ്സ് കേട്ടോ. ഫസ്റ്റ് 3 പോയിന്റ് വായിച്ചു നോക്കാം കേട്ടോ. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്, കോർഡിനേറ്റിംഗ് പേഷ്യന്റ് കെയർ, ആൻസറിംഗ് ഫോൺ കോൾസ്. ആദ്യത്തെ 3 പോയിന്റ് വായിച്ചു നോക്കാം കേട്ടോ. എളുപ്പമാണ്, ഉള്ളിലുള്ള കാര്യം വളരെ സിമ്പിൾ ആണ്, വായിച്ച് മനസ്സിലാക്കാവുന്നതുള്ളൂ കേട്ടോ. വായിച്ച് അർത്ഥം മനസ്സിലാക്കി വായിക്കുക. ദെൻ പോയിന്റ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ,
ഡാർക്കൻ ചെയ്ത് വായിക്കുമ്പോ അണ്ടർലൈൻ ചെയ്യാട്ടോ, പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്ത് പോകുക വായിക്കുമ്പോ. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് നോക്കാം കേട്ടോ. മാനേജിങ് പേഷ്യന്റ് ഇൻഫോർമേഷൻസ്. പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസുകൾ മാനേജ് ചെയ്യുക. The outpatient secretary maintains exact and up-to-date patient information in the hospital electronic medical record system. അല്ലെ, അതായത് എന്ത് ചെയ്യുക, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസുകൾ അല്ലെ, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫോർമേഷൻ, പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ ഹോസ്പിറ്റൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറൈസ്ഡ് ആണെന്ന് പറഞ്ഞു അല്ലെ. സോ സിസ്റ്റത്തിൽ എക്സാക്ട് കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ വിച്ച് ഇൻക്ലൂഡ്, എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഡെമോഗ്രാഫിക് ഇൻഫോർമേഷൻ, ജനസംഖ്യാപരമായിട്ടുള്ള ഇൻഫോർമേഷൻസുകള്, മെഡിക്കൽ ഹിസ്റ്ററി, പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററി, അതുപോലെ ഇൻഷുറൻസ് ഇൻഫോർമേഷൻ, ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഇൻഫോർമേഷൻസ്, ഇത്രയും കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ചെയ്തിരിക്കണം ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റത്തിൽ. ക്ലിയർ ആണോ? പേഷ്യന്റ് ഇൻഫോർമേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കമ്പ്യൂട്ടറൈസ്ഡ് ആണെന്ന്. സോ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തില് പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് അപ് ടു ഡേറ്റ് ചെയ്തിരിക്കുക. മെഡിക്കൽ ഹിസ്റ്ററിയും ഡെമോഗ്രാഫിക് ഇൻഫോർമേഷൻസും അതുപോലെ തന്നെ ഇൻഷുറൻസ് ഇൻഫോർമേഷൻസും അപ് ടു ഡേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കാം. പ്രോസസിംഗ് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ, മെഡിക്കൽ റെക്കോർഡ് പ്രോസസ് ചെയ്യുക. The outpatient secretary processes requisite for medical records, makes sure the patient confidentially is kept and release the medical records to authorized individuals. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് രോഗിയുടെ റെക്കോർഡുകൾ മെഡിക്കൽ റെക്കോർഡ്സുകൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ കെപ്റ്റ് ചെയ്യണം, സൂക്ഷിച്ചിരിക്കണം അല്ലെ. രഹസ്യമായിട്ട് തന്നെ വേണം പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുവാൻ. And release the medical records to authorized individuals. അംഗീകൃത വ്യക്തികൾക്ക് മാത്രമേ ഈ മെഡിക്കൽ റെക്കോർഡ് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അഡ്മിനിസ്ട്രേറ്ററില് പറഞ്ഞോ, മെഡിക്കൽ റെക്കോർഡുകള് അങ്ങനെ റിലീസ് ചെയ്യാൻ പാടില്ല, ആവശ്യത്തിന് മാത്രം ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് മാത്രമേ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ റിലീസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ആറാമത്തെ പോയിന്റ് നോക്കാം. ഹാൻഡിലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്, ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക, കൈകാര്യം ചെയ്യുക. The outpatient secretary is accountable for handling variety of administrative tasks. പലതരത്തിലുള്ള ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നു. എന്തൊക്കെയാണ്? ലൈക്ക് ഓർഡറിംഗ് ഓഫീസ് സപ്ലൈസ് അല്ലെ, ഓഫീസ് സപ്ലൈസ് ഒക്കെ ഓർഡറിലാക്കുക. സപ്ലൈസ് എന്ന് പറഞ്ഞാൽ ഓഫീസിലേക്ക് വരുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓർഡറിൽ വെക്കുക. ഫില്ലിംഗ് പേപ്പർ വർക്ക്, എന്തെങ്കിലും പേപ്പർ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഫില്ല് ചെയ്യുക. മാനേജിങ് കറസ്പോണ്ടൻസ്, എന്താ കറസ്പോണ്ടൻസ് ഉദ്ദേശിക്കുന്നത്? മാനേജിങ് കറസ്പോണ്ടൻസ്, കറസ്പോണ്ടൻസ് കേട്ടിട്ടില്ല, ഒരു ഐഡിയ ഇല്ല. കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത് കത്തിടപാടുകൾ. ഇപ്പൊ കത്തിടപാടുകൾ മെയിലുകളും കാര്യങ്ങളൊക്കെ വരില്ലേ,
അപ്പോ അതെല്ലാം മാനേജ് ചെയ്യുക, അതിനുള്ള മറുപടിയൊക്കെ കൊടുക്കുക. Then last point, providing customer service provide ചെയ്യുക. The outpatient secretary is often the first point of contact for patient. അല്ലെ, outpatient secretary എന്ന് പറയുന്നത് first point of contact for patients ആണോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാല് പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്തതിനുള്ള ഫസ്റ്റ് പോയിന്റ് ആണ്. അദ്ദേഹമാണ് പേഷ്യന്റുമായിട്ട്, ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ പുറമെ വരുന്ന പേഷ്യൻസുകളോട് കുറച്ചും കൂടി കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ആർക്കാണ്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്കാണ്. സോ ദ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഈസ് ഓഫ്റ്റൻ ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഫോർ പേഷ്യൻസ്. അണ്ടർലൈൻ ചെയ്തോ ആ പോയിന്റ്? ചെയ്തോ? വായിക്കുന്നത് രണ്ടോ ക്ലാസ്സിൽ എല്ലാവരും പകുതി പേര് ഉറക്കത്തിലോട്ട് പോയോ? ഓക്കെ, ഇപ്പൊ ചിലപ്പോ അവിടെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ, അത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, കാരണം പ്രത്യേകം ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട് അവിടെ. Then, so providing excellent customer services is a crucial part of the job. അതിനാൽ എക്സലന്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, പേഷ്യൻസിനോട് ഏറ്റവും കോണ്ടാക്ട് അടുപ്പമുള്ള ഒരു വ്യക്തി ആയതിനാൽ തന്നെ നല്ലൊരു എക്സലന്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് വേണം ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി പ്രൊവൈഡ് ചെയ്യുവാൻ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റ്സ്. ഫസ്റ്റ് 3 പോയിന്റ് നമ്മൾ വായിച്ചില്ലേ? ഇത് 4, 5, ബാക്കി 4 പോയിന്റ് ഉണ്ട്, അതും കൂടി ഒന്ന് വായിച്ചോളൂ കേട്ടോ. Complete the points. Okay, then the last one conclude ചെയ്ത് വായിക്കാം കേട്ടോ. Overall, an outpatient secretary plays a key role in making sure that the outpatient department runs smoothly and efficiently and that patients obtain high quality care. അല്ലെ, ഉയർന്ന നിലവാരത്തിലുള്ള ഒരു കെയർ നൽകുവാനും അതുപോലെ തന്നെ നല്ലൊരു സംഘടനാ കഴിവുകൾ നൽകുവാനും then attends to details and excellent communication skills are necessary for success in this role. അല്ലെ, ഈ ഒരു റോള് കൈകാര്യം ചെയ്യുവാനായിട്ട് നല്ലൊരു ഓർഗനൈസേഷണൽ സ്കിൽസ് ഉണ്ടായിരിക്കണം, സംഘടനാ ശേഷി ഉണ്ടായിരിക്കണം. then attention to details, അല്ലെ, അതായത് എന്താണ്, വിശദാംശങ്ങൾക്കുള്ള ഒരു കഴിവ്, പേഷ്യൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും വിശദാംശങ്ങൾ പറയാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. എക്സലന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഈ ഒരു ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയിൽ ഉണ്ടായിരിക്കണം. ദെൻ ഫസ്റ്റ് പറയുന്നത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു കീ റോൾ ആണ്, അല്ലെ, അതായത് ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നല്ല സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു കീ റോള് അവിടെ ഉണ്ട്. ഓക്കെ, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണ് നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നതിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ?
നമ്മൾ ഓരോ റെസ്പോൺസിബിലിറ്റീസ് തന്നെയാണ് ഇപ്പൊ വീണ്ടും വീണ്ടും പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി. മെഡിക്കൽ സെക്രട്ടറിയുടെ ജോബ് സമ്മറി ആണ്. ജസ്റ്റ് പോയിന്റ് ആണ്, അതും കൂടി ഒന്ന് വായിക്കാലോ? പ്രോബ്ലം ഉണ്ടോ? ജസ്റ്റ് അതും കൂടി ഒന്ന്, ജസ്റ്റ് പോയിന്റുകളാണ്. കുഴപ്പമുണ്ടോ? പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ ഞാൻ വിശദീകരണം ഒന്നും തരുന്നില്ല, ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ആ റോള് മാത്രം ഒന്ന് വായിച്ചു പോകാം. ഓക്കെ, ഇത് നിങ്ങൾ അതുപോലെ തന്നെ വായിച്ച് പഠിക്കണം കേട്ടോ. കാരണം ഇത് കൂടുതൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, പോയിന്റുകളൊന്നും മനസ്സിലാക്കി വായിക്കുക. ഈ ഒരു ചാപ്റ്റർ എങ്ങനെയാണ്, എല്ലാം ഇങ്ങനെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകുന്നത് എല്ലാം ഇങ്ങനെയാണോ എന്ന്. ഇത് ഇങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ്, ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അത് അതുപോലെ തന്നെ നമുക്ക് വായിക്കാനേ പറ്റുള്ളൂ. ഓക്കെ, job summary of medical secretary. The medical secretary will execute secretarial duties using specific knowledge of medical terminology and hospital, clinic, laboratory procedures. Duties consist of medical secretary എന്ന് പറയുമ്പോൾ മെഡിക്കൽ ടെർമിനോളജി അറിവ് ഉപയോഗിച്ചും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, ക്ലിനിക്, ലബോറട്ടറി പ്രൊസീജിയേഴ്സ് എന്നിവയെ കുറിച്ചിട്ടുള്ള ഒരു പ്രത്യേക അറിവ് വെച്ചിട്ടും അദ്ദേഹത്തിന് ചുമതലകളൊക്കെ നിർവഹിക്കുന്നുണ്ട്. മെഡിക്കൽ സെക്രട്ടറി ആവുമ്പോൾ കുറച്ചും കൂടി അദ്ദേഹത്തിന് മെഡിക്കൽ പരമായിട്ടുള്ള ഒരു അറിവുകളുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇനി പോയിന്റ് വായിക്കാം കേട്ടോ. പോയിന്റ് സിമ്പിൾ ആണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് വായിക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ഫിസിഷ്യൻസ് ബൈ സ്ക്രീനിങ്, ഹെൽപ്പ് വിത്ത് ഷെഡ്യൂളിംഗ്, റിസീവിംഗ് ആൻഡ് അനൗൺസിംഗ് ഷെഡ്യൂൾഡ് പേഷ്യന്റ് ആൻഡ് വിസിറ്റേഴ്സ് അല്ലെ. അതായത് ഫസ്റ്റ് വൺ പറയുന്നത് റെപ്രസെന്റ് ഫിസിഷ്യൻസ് ബൈ സ്ക്രീനിങ്, അതായത് ഫിസിഷ്യന്മാരൊന്ന് അസിസ്റ്റ് ചെയ്യാന്ന്, പേഷ്യന്റിനെ നോക്കാനും ഇതൊക്കെ പേഷ്യൻസുകളൊക്കെ വരുമ്പോൾ ഒന്ന് ഫിസിഷ്യന്മാരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക. വിത്ത് ഷെഡ്യൂളിംഗ് അല്ലെ, ഹെൽപ്പ് വിത്ത് ഷെഡ്യൂളിംഗ്, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. റിസീവിംഗ് ആൻഡ് അനൗൺസിംഗ് ഷെഡ്യൂൾഡ് പേഷ്യന്റ് ആൻഡ് വിസിറ്റേഴ്സ്, വിസിറ്റേഴ്സിനെയൊക്കെ സ്വീകരിക്കാനും വിസിറ്റേഴ്സ് ഒക്കെ പുറമെ നിന്നൊക്കെ വരുമ്പോൾ അവരെയൊക്കെ ഒന്ന് സ്വീകരിക്കാനും അവരോട് കാര്യങ്ങളൊക്കെ അനൗൺസ് ഒക്കെ ചെയ്യുക. സെക്കൻഡ് വൺ, ഹെൽപ്പ് ഫിസിഷ്യൻസ് ഇൻ ഡെയിലി വർക്ക്, ഫിസിഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുക, അവരുടെ ഡെയിലി വർക്കില് ഫിസിഷ്യന്മാരെ ഒന്ന് അസിസ്റ്റ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ്, കളക്ട് പേഷ്യൻസ് ഇൻഫോർമേഷൻ ആൻഡ് കീപ്സ് പേഷ്യന്റ് റെക്കോർഡ്, പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസുകൾ കളക്ട് ചെയ്യുക, റെക്കോർഡ് കീപ്പ് ചെയ്യുക. Ensure physician productivity by maintaining calendars. Maintaining calendars എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഓരോ പ്രോഗ്രാമും ഓരോ ഫിസിഷ്യന്മാരാകുമ്പോൾ ചിലപ്പോൾ മീറ്റിംഗ്സുകളും കാര്യങ്ങളും വരും, ചിലപ്പോൾ സർജറി ഒക്കെ ഉണ്ടാകും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോ കൃത്യമായിട്ടും മെയിൻറ്റെയിനിങ് കലണ്ടർ, കൃത്യമായിട്ടും എന്ത് ചെയ്യുക, ഓരോ പ്രോഗ്രാമും ആ ഫിസിഷ്യന്റെ ഡേറ്റ് അനുസരിച്ചിട്ട് ചാർട്ട് ചെയ്യുക. ഓക്കെ, അതായത് പല പല അവർക്ക് വർക്കുകൾ ഉണ്ടാകാം, ചിലപ്പോൾ എന്തെങ്കിലും സർജറി കേസസുകളൊക്കെ ഉണ്ടാകാം, അതൊക്കെ ഡേറ്റ് ഒക്കെ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാകും അല്ലെ. അപ്പൊ അതൊക്കെ കൃത്യമായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചാർട്ട് ചെയ്യാനായിട്ട് ഫിസിഷ്യനെ അസിസ്റ്റ് ചെയ്യുക. Then procedures informed by interrupting dictation, prepare medical reports and creating summaries. അല്ലെ, അതായത് എന്താണ്, നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വ്യാഖ്യാനിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, ദെൻ സമ്മറീസ് തയ്യാറാക്കുക, പേഷ്യൻസിന്റെ സമ്മറിയും മെഡിക്കൽ റിപ്പോർട്ടുകളും തയ്യാറാക്കുക. Provide historical reference by progressing and utilizing filling and retrieval system. അതായത് എന്താണ്, പ്രൊവൈഡ് ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ബൈ പ്രോഗ്രസിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫില്ലിംഗ് ആൻഡ് റിട്രൈവൽ സിസ്റ്റം. അതായത് ഫയലിംഗ് ചെയ്യുക, റിട്രൈവൽ മീൻസ് ഫയൽ ചെയ്യുക, അതായത് പേഷ്യൻസിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള റെഫറൻസും, അതായത് ട്രീറ്റ്മെന്റ്സിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകില്ലേ, മെഡിക്കൽ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഫയൽ ചെയ്യുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Secure information by completing database backup. വീണ്ടെടുക്കുക, റിട്രൈവൽ വീണ്ടെടുക്കുകയും ചെയ്യുക, പഴയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അതായത് ഹോസ്പിറ്റൽ പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ് ഫയൽ ചെയ്യുകയും ചെയ്യുക, റിട്രൈവൽ ചെയ്യുകയും ചെയ്യുക. Then secure information by completing database backup.
അല്ലെ ഡാറ്റാബേസ് ബാക്കപ്പ് ഒക്കെ പൂർത്തിയാക്കുക. അതായത് ഡാറ്റാബേസ് പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക. കീപ് പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് പ്രൊട്ടക്ട് ഓപ്പറേഷൻസ് ബൈ കീപ്പിംഗ് ഇൻഫോർമേഷൻ സീക്രട്ട് അല്ലെ. അതായത് വിവരങ്ങളൊക്കെ എപ്പോഴും രഹസ്യപൂർണ്ണം ആക്കുന്നതിലൂടെ പേഷ്യൻസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക ആണ് അല്ലെ. അതായത് എന്താണ് നമ്മൾ പറഞ്ഞു, പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് ഒന്നും ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രമേ റിലീസ് ചെയ്യാൻ പാടുള്ളൂ. സോ അങ്ങനെ രഹസ്യമാക്കി വെക്കുന്നത് പേഷ്യൻസിന്റെ ആത്മവിശ്വാസം അതുവഴി കൂട്ടുക. മെയിൻ്റനൻസ് ഓഫീസ് സപ്ലൈസ് ഇൻവെന്ററി ബൈ ചെക്കിംഗ് സ്റ്റോക്ക് അല്ലെ. അതായത് സ്റ്റോക്കുകളൊക്കെ പരിശോധിച്ചുകൊണ്ട് ഓഫീസ് സപ്ലൈസുകളുടെ ഒരു ഇൻവെന്ററി നിലനിർത്തുക അല്ലെങ്കിൽ ഇൻവെന്ററി തയ്യാറാക്കുക. അവിടേക്ക് ആവശ്യമായിട്ടുള്ള ഇനി എന്തെങ്കിലും മെറ്റീരിയൽസ് വേണോ എന്നൊക്കെ ഉള്ളത് സ്റ്റോക്ക് പരിശോധിച്ചിട്ട് അതിന്റെ ഒരു ഇൻവെന്ററി തയ്യാറാക്കുക, അത് നിലനിർത്തുക, മെയിൻ്റെനൻസ് ചെയ്യുക. Keep office equipment operational by following operating instructions. Clear? അതായത് എന്താണ് ഓഫീസ് എക്യുപ്മെന്റുകൾ, അതായത് ഓഫീസ് എക്യുപ്മെന്റുകളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രവർത്തന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വേണം ഓഫീസ് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുവാൻ. Then maintenance quality results by following and enforcing standards. എന്താണ് പറയുന്നത്? മെയിൻറ്റെയിൻസ് ക്വാളിറ്റി അല്ലെ, മാനദണ്ഡങ്ങൾ പിന്തുടരുക അല്ലെ. ഓരോ മാനദണ്ഡങ്ങളൊക്കെ പിന്തുടരുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതിനോടൊപ്പം ഗുണനിലവാര ഫലങ്ങളും നിലനിർത്തണം. അതായത് പോളിസിയും പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ടാവില്ലേ, ആ പോളിസിയും പ്രോട്ടോകോൾസ് ഒക്കെ പാലിച്ചുകൊണ്ട് ഒരു നിലവാരം, എൻഫോഴ്സിംഗ് സ്റ്റാൻഡേർഡ്, നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു നിലവാരം പുലർത്തുക. 4 പോയിന്റ് കൂടി ഉണ്ട്, കംപ്ലീറ്റ് ചെയ്തോട്ടെ. അല്ലെങ്കിൽ അത് 4 പോയിന്റ് അവിടെ മീൻസ് ബാലൻസ് ആയിട്ട് അവിടെ കിടക്കും. കംപ്ലീറ്റ് ചെയ്തോട്ടെ, കുഴപ്പമില്ലല്ലോ. 4 പോയിന്റ് കൂടി കംപ്ലീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. നോക്കാം. Serve and protect the healthcare community by sticking professional standard അല്ലെ. പ്രൊഫഷണൽ നിലവാരം, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് പുലർത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? നമ്മുടെ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി, ആരോഗ്യ പരിപാലന സമൂഹത്തെ സംരക്ഷിക്കുകയും സെർവ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുക. Update job knowledge by participating in educational opportunities like reading professional publications. വിദ്യാഭ്യാസ അവസരങ്ങളിലൂടെ തൊഴിലിന്റെ അറിവ്, അവരുടെ മീൻസ് ഒരു ജോബിനെ കുറിച്ചിട്ടുള്ള അറിവ് വർദ്ധിപ്പിക്കണമെന്ന്. ഇപ്പൊ നമുക്ക് കുറച്ച് അറിവുണ്ടെങ്കിൽ റീഡിങ് പ്രൊഫഷണൽ പബ്ലിക്കേഷൻസ്, കുറച്ച് പ്രൊഫഷണൽ പബ്ലിക്കേഷൻസ് ഒക്കെ വായിക്കുന്നതിലൂടെയും മറ്റ് ഏതെങ്കിലും എഡ്യൂക്കേഷണൽ പരിപാടികളിലൂടെയൊക്കെ നമ്മളുടെ കഴിവിനെ കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. Then keep medical records, technical library and correspondence files. അല്ലെ. അതായത് എന്താണ്? മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടെക്നിക്കൽ ലൈബ്രറി അപ്ഡേറ്റ് കീപ്പ് ചെയ്യുക, സംരക്ഷിക്കുക. കറസ്പോണ്ടൻസ് ഫയൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കത്തിടപാടുകളൊക്കെ വരും, അതിനെല്ലാം കീപ്പ് ചെയ്യുക. പെർഫോം ഡിഫറെന്റ് ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്. ക്ലറിക്കൽ ആയിട്ടുള്ള, അതായത് ഓഫീസ് പരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസും കൈകാര്യം ചെയ്യണം. ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. അണ്ടർ സൂപ്പർവിഷൻ ഓഫ് ഫിസിഷ്യൻസ്, ഫിസിഷ്യൻസിന്റെ കീഴിൽ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ മേൽനോട്ടത്തില് ക്ലറിക്കൽ പ്രവർത്തനങ്ങളൊക്കെ നടത്തുക. ഓക്കെ. ഇത്രയുമാണ് ഒരു മെഡിക്കൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇത് പോയിന്റുകൾ അങ്ങനെ തന്നെ വായിച്ച് പറയാൻ പറ്റുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാനത് വായിച്ചതേ. അതിന്റെ ഡീറ്റെയിൽ ഒന്നും നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് പോയിന്റുകളാണ്. ഇനി വരുന്നത് ഓരോ സെക്രട്ടറിമാര് അല്ലെങ്കിൽ മെഡിക്കൽ സെക്രട്ടറി, മെഡിക്കൽ എക്സിക്യൂട്ടീവ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ജസ്റ്റ് പോയിന്റുകളാണ്. അത് അതേപടി നമുക്ക് വായിക്കാനേ ഉള്ളൂ. ഓക്കെ. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബോർഡ് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്.
ഇത് വേറെ ചാപ്റ്റേഴ്സ് ഒന്നും ഇല്ല, ലാസ്റ്റ് ചാപ്റ്റർ ആണ്. പിന്നെ കുറച്ച് ക്ലാസ്സുകളൊക്കെ നമുക്ക് വരുന്നുള്ളൂ അല്ലെ. മേ ബി ഒരു 1 വീക്കും കൂടി ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ അല്ലെ, നിങ്ങളോടുള്ള ക്ലാസ്സുകൾ വരികയുള്ളൂ. സോ അപ്പൊ ഇതും കൂടി ഒന്ന് പഠിക്കാം. ഓക്കെ, ഇത് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ടഫ് ആണെന്ന് തോന്നണ്ട. എന്തെങ്കിലും മനസ്സിലാവാത്തത് എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. കാരണം ഇത് പോയിന്റ് വൈസ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ടീച്ചർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവാത്തതോ മനസ്സിലാവാത്തത് എന്തെങ്കിലും ചോദിക്കാം. ഓക്കെ, ഇനി വളരെ കുറച്ച് ക്ലാസ്സുകൾ നിങ്ങളോടൊപ്പമുള്ള ക്ലാസ്സുകളുള്ളൂ ആണോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയത് നിങ്ങൾ മെഡിക്കൽ സെക്രട്ടറി വായിക്കാം കേട്ടോ. വായിച്ചു നോക്കിക്കോളൂ. പോയിന്റ് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. ഇത് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, വായിച്ചോ? ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരിക്കില്ല. ഇംഗ്ലീഷ് ക്ലാസ് ഓൾറെഡി കഴിഞ്ഞല്ലോ, നമ്മളുടെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് ക്ലാസ്സുകള്. സോ ഇനിയിപ്പോ അടുത്ത ക്ലാസ് ഇല്ല. ദെൻ കുറച്ച് ക്ലാസ് കൂടി നമുക്ക് വരുന്നുള്ളൂ. അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കൂടി കംപ്ലീറ്റ് ആക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ അതുവരെ പഠിക്കാം കേട്ടോ. എടുത്ത് അത്രയും പഠിക്കുക പോയിന്റ്സുകള്. ഇനി വീട്ടിൽ നിങ്ങൾ വായിക്കുക. വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിച്ചോളൂ. ഓക്കെ, അപ്പൊ താങ്ക് യു.